ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കുറുക്ക് കാളൻ ഉണ്ടാക്കാം. അധികം പഴുക്കാത്ത വലിയ വലിപ്പമില്ലാത്ത 2 ഏത്തപ്പഴം മുറിച്ച് വെച്ചത്, തേങ്ങ 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, തൈര് 2 കപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 5, കറിവേപ്പില, വറ്റൽമുളക്, കടുക്. ഒരു പാത്രത്തിൽ ഏത്തപ്പഴം നുറുക്കിയതിട്ട് 5 പച്ചമുളക് മുറിച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാം. തിളയ്ക്കുമ്പോൾ തീ കുറയ്ക്കണം. ഒരു കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും നന്നായി അരച്ചു വെക്കാം. ഏത്തപ്പഴം വേവുമ്പോൾ അരച്ചു വെച്ച തേങ്ങ കൂട്ടി ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് ഇളക്കാം. ഇനി നമ്മൾ ഉടച്ചു വെച്ച തൈര് ചേർത്ത് ചൂടാകുമ്പോൾ വാങ്ങി വെക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി താളിച്ച് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. 1/2 ടീസ്പൂൺ കടുക്. ഇതിൽ 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് താളിച്ച് കറിയിൽ ചേർക്കാം. കുറുകിയിരിക്കണം. കുറുക്ക് കാളൻ എന്നാണല്ലോ പറയുന്നത്. നല്ല രുചിയുള്ള കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.